നമസ്കാരം, ഞാൻ റിനോഷ് കോട്ടക്കൽ സ്റ്റീൽസ് ആൻഡ് റൂഫിംഗ് മാനേജിംഗ് ഡയറക്ടർ. വ്യത്യസ്തമായ റൂഫിംഗ് പ്രൊഡക്റ്റുകളും വ്യത്യസ്തമായ റൂഫിംഗ് രീതികളും പരിചയപ്പെടുത്തുന്ന കോട്ടക്കൽ സ്റ്റീൽസ് ആൻഡ് റൂഫിംഗ്സിൻ്റെ റൂഫ് ടോക്ക് എന്ന് പറയുന്ന സീരീസിൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത് പത്തനംതിട്ട ജില്ലയിൽ കൊടുമൺ ഗോപിനാഥൻ നാട് സാറിൻ്റെ വീട്ടിലാണ്. ഈ വർക്കിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ, നിറഞ്ഞ പച്ചപ്പിനാൽ ചുറ്റപ്പെട്ട് നിൽക്കുന്ന ഈ വീടിനെ അതിമനോഹരമാക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ ഒരു റൂഫിൽ ഉപയോഗിച്ചിരിക്കുന്ന കളർ തന്നെയാണ്, ആ റൂഫിംഗ് ഷീറ്റിൽ ഉപയോഗിച്ചിരിക്കുന്ന കളർ തന്നെയാണ്. അതെന്ന് പറയുമ്പോൾ നിങ്ങൾ കാണുന്ന പോലെ തന്നെ ഗ്രീൻ കളർ, വളരെ റെയറായിട്ട് മാത്രം മാർക്കറ്റിൽ കാണപ്പെടുന്നതും വിൽക്കപ്പെടുന്നതുമായ ഒരു കളറാണ്. അത് പ്രത്യേകിച്ച് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് പറയുന്നത് അലൂമിനിയത്തിൽ 0.46 mm തിക്നെസ്സിലുള്ള ഒറാലിയം ബ്രാൻഡിൻ്റെ ഗ്രീൻ കളർ ഷീറ്റാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഇതിൻ്റെ ഗ്രീൻ കളറിലേക്ക് എത്തിയത് ഇതിൻ്റെ കസ്റ്റമറിൻ്റെ പ്രത്യേക താല്പര്യപ്രകാരം ഗ്രീൻ കളർ തന്നെ വേണമെന്നുള്ള ഒരു നിർബന്ധമായിരുന്നു. അത് നമ്മളെടുത്ത് ആവശ്യപ്പെടുകയും 3 ദിവസം കൊണ്ട് നമ്മൾ മെറ്റീരിയൽ അവൈലബിൾ ആക്കി കൊടുക്കുകയും ചെയ്തു. ഗ്രീനിൽ തന്നെ കസ്റ്റമർ ഉറച്ച് നിൽക്കുകയായിരുന്നു. ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ ഒരു ഗ്രീൻ കളർ എന്താണ് ചൂസ് ചെയ്തതിൻ്റെ ഒരു കാരണം ശരിക്കും ഇവിടെ വന്നപ്പോഴാണ് നമുക്കത് വ്യക്തമായത്. നിറഞ്ഞ പച്ചപ്പിനാൽ നിറയപ്പെട്ടിരിക്കുന്ന ഈ ഒരു വീടിനെ മനോഹരമാക്കുന്നത് ഇതിൻ്റെ ഒരു കളർ. വേറെ ഏത് കളർ ഇട്ടാലും ഇതിൻ്റെ ഒരു ഇത്രയധികം ഭംഗി ഈ വീടിനുണ്ടാവത്തില്ല. അത് വളരെ മനോഹരമായി, വളരെ പെർഫെക്റ്റായിട്ട് ഇതിൻ്റെ വർക്ക് ഇവിടെ കംപ്ലീറ്റ് ചെയ്തിട്ടുമുണ്ട്. ആ വർക്ക് ചെയ്ത ഫാബ്രിക്കേറ്റർ നമ്മളോടൊപ്പം ഉണ്ട്. നമുക്ക് വിനോദാണ് ഫാബ്രിക്കേറ്റർ. നമുക്ക് വിനോദിനെ പരിചയപ്പെടും. അപ്പോൾ വിനോദൻ, നമസ്കാരം. വിനോദ്, എന്താണ് വർക്ക്ഷോപ്പിൻ്റെ പേരെന്താണ്? BB എഞ്ചിനീയറിംഗ് പരുത്തിപ്പാറ. BB. എത്ര വർഷമായി ഈ ഒരു വെൽഡിംഗ് ഫീൽഡിലേക്ക്? ഞാൻ 23 വർഷം കഴിഞ്ഞു. 22 വർഷം കൊടുമണ്ണ് തന്നെയായിരുന്നു. ഇപ്പോൾ 1 വർഷമായിട്ട് പറക്കോട് പരുത്തിപ്പാറയിലോട്ട് മാറി. കൊടുമണ്ണെന്ന് മാറി പറഞ്ഞു. അപ്പോൾ 23 വർഷമായിട്ട് ഈ ഒരു വെൽഡിംഗ് മേഖലയിൽ നമ്മുടെ നാട്ടിൽ തന്നെ ഉണ്ട്. ഓക്കെ. നമ്മുടെ ഈ ഒരു വർക്കിനെ പറ്റി പറയുന്നുണ്ടെങ്കിൽ ആദ്യം ഇതിൻ്റെ സ്ട്രക്ചറിൽ നമുക്ക് തുടങ്ങാം. എന്താണ് ഇതിൻ്റെ സ്ട്രക്ചറിൽ ഉപയോഗിച്ചേക്കുന്ന മെറ്റീരിയൽ, അതിൻ്റെ പില്ലർ, അതിൻ്റെ ഡ്രസ്സ്, ഇതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് പറയാം. സ്ട്രക്ചറിൻ്റെ സാധാരണ ചെയ്യുന്നതിനെക്കാട്ടിൽ ഇച്ചിരി ഹെവി സ്ട്രക്ചറും കാര്യങ്ങളും സാറിന് വേണമെന്ന് പറഞ്ഞു. അത് 3-1.5 16 ഗേജ് സ്ക്വയർ ട്യൂബാണ് ഉപയോഗിച്ചേക്കുന്നത്. 1-1 16 ഗേജാണ്. ഫില്ലറല്ല 2.5 ഇഞ്ച് GA റൗണ്ട് പൈപ്പ്. മെയിൻ ഫ്രണ്ടിലെ ഫില്ലർ മാത്രം 3 ഇഞ്ച് സ്ക്വയർ പൈപ്പ് GA ഇട്ടേക്കുന്നത്. നമ്മുടെ ഈ ഫ്രണ്ട് വിസിബിൾ ആയിട്ടുള്ള ഈ ഒരു പോർഷൻ കാണുന്ന പോർഷൻ. ബാക്കി സാറിന്റെ ഇഷ്ടത്തിന് ഗ്രീൻ കളർ വേണമെന്ന് പ്രത്യേകം പറഞ്ഞതുകൊണ്ട് നമ്മൾ സ്ട്രക്ചർ ചെയ്ത് നിർത്തി. പ്രൈമറും പെയിന്റിങ്ങും നടക്കുന്ന സമയം കൊണ്ട് എന്തായാലും കടയിൽ ബന്ധപ്പെട്ടതിൻ്റെ ഇതിൽ നമുക്ക് ഷീറ്റ് കിട്ടുകയുണ്ടായി. അപ്പോൾ ഈ സ്ട്രക്ചറിനെ പറ്റി പറയുന്നുണ്ടെങ്കിൽ എല്ലാം 80-40 ആണെങ്കിലും 25-25 എല്ലാം 16 ഗേജ് മാത്രമാണ് ഉപയോഗിച്ചത്. 16 ഗേജാണ് ബെറ്റർ. പിന്നെ ചില വീട്ടുകാർ തുക കുറയ്ക്കാൻ പറയുന്ന അനുസരിച്ച് 18 ഗേജ് ഇട്ട് ചെയ്തു കൊടുക്കും. പക്ഷെ ഞാൻ ഇതുവരെ 18 ഗേജിൽ റൂഫ് വർക്കിൻ്റെ അകത്ത് കയറ്റാൻ നിർബന്ധം. നമ്മൾ കടയിൽ ചില വർക്കുകൾ വരുന്ന സമയത്ത് 3-1 അല്ലെങ്കിൽ 2.5-1.5 എന്നീ സെക്ഷനും ഉപയോഗിച്ച് റൂഫ് ചെയ്യുന്ന ഒരു ഡ്രസ് വർക്കുകൾ നമ്മൾ പല കസ്റ്റമേഴ്സ് വന്ന് ചൂസ് ചെയ്യുന്നതാണ്. ആ ഒരു മെറ്റീരിയൽ 2.5-1.5 60-40 അല്ലെങ്കിൽ 75-25 ഈ ഒരു മെറ്റീരിയൽ ഉപയോഗിച്ച് റൂഫിംഗ് വർക്ക് ചെയ്യുന്നതിനോടുള്ള വിനോദിൻ്റെ ഒരു അഭിപ്രായം എന്താണ്? അത് വീട്ടുകാർക്ക് റേറ്റ് കുറയ്ക്കാൻ പറയുന്ന അനുസരിച്ച് നമ്മൾ മെറ്റീരിയലുള്ള അങ്ങനെ അത് കുറച്ചാലും അത് എത്രത്തോളം ലാസ്റ്റിംഗ് ആണ്, അല്ലെങ്കിൽ വീടിൻ്റെ ഒരു സ്ട്രെങ്തിനെ അത് ബാധിക്കുമോ? അത് ശരിക്കും ഈ 2.5-1.5 ഉപയോഗിച്ച് അത് ചെയ്താലും ഒരു കംപ്ലൈൻറ്റ് ഇല്ലാതെ അത് നിലനിൽക്കും? ഒരു ചെറിയ വേരിയേഷൻ വരും. ചെറിയൊരു ബെൻഡ് നമ്മുടെ 3-1.5-യും 2.5-1.5-യും തമ്മിൽ ആ ഒരു ലെങ്തിൽ ഒരു ചെറിയ വേരിയേഷൻ, ഒരു വള്ളിച്ച കാണിക്കുന്ന ലെങ്ത് കൂടുതലാണെങ്കിൽ. കുറവുള്ളിടത്ത് നമുക്ക് കുഴപ്പമില്ല. പക്ഷേ വലിയൊരു വ്യത്യാസം പൈപ്പ് കമ്മി മാറുമ്പോൾ വരുന്നുണ്ട്. അതാണ് സ്ക്വയർ ഫീറ്റിൽ റേറ്റിൽ വരുന്ന വ്യത്യാസത്തിൽ വീട്ടുകാരുടെ ഇഷ്ടത്തിന്. സാറിന് റേറ്റ് പ്രശ്നമല്ല, നല്ല ക്വാളിറ്റി തന്നെ ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഇതിലോട്ട്. എന്തായാലും ബെറ്റർ ഓപ്ഷൻ എന്ന് പറയുന്നത് 80-40 25-25 16 ഗേജ് എന്ന് പറയുമ്പം കസ്റ്റമർ അറിയുന്ന പോലെ തന്നെ ഒരു 1.4 mm തിക്നെസ്സും 1.2 mm തിക്നെസ്, ഇങ്ങനെയാണ് GP ട്യൂബുകൾ സ്ട്രക്ചർ അവൈലബിൾ ആയിട്ടുള്ളത്. അതിൽ 16 ഗേജ് എന്ന് പറയുമ്പോൾ 1.4 mm, 18 ഗേജ് എന്ന് പറയുമ്പോൾ 1.2 mm തിക്നെസ് ആണ് വരുന്നത്. ഇത് മിക്ക ബ്രാൻഡഡ് കമ്പനികളുടെയും
ട്യൂബുകളിൽ ഇത് പ്രിന്റഡ് ആയിട്ട് തന്നെ വരുന്നുണ്ട്. അതിൻ്റെ ഗേജ് പ്രിന്റഡ് ആയിട്ട് തന്നെ വരുന്നുണ്ട്. ഇവിടെ ഈ പറയുന്ന 3.1 80-40 16 ഗേജ് എന്ന് പറയുമ്പോൾ ഒരു ട്യൂബ് ഏകദേശം ഒരു 15 കിലോ വെയിറ്റ് വരുന്നുണ്ട്. അതുപോലെ തന്നെ 1.1 സ്ക്വയർ ട്യൂബ് എന്ന് പറയുമ്പോൾ അതിന് ഏകദേശം 6 കിലോളം വെയിറ്റ് വരുന്നുണ്ട്. ഇത് തന്നെ 18 ഗേജിലോട്ട് മാറുമ്പോൾ 1.1 5 കിലോയും 3.1 80-40 എന്ന് പറയുന്നത് 13 കിലോയിലേക്കും കുറയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഗേജ് കസ്റ്റമർക്ക് ഒരു അവയർനെസ് അത് എപ്പോഴും ഇത് മനസ്സിലാക്കി സാധനങ്ങൾ പർച്ചേസ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ ഇതിൻ്റെ സ്ട്രക്ചർ കഴിഞ്ഞ് ഇതിൻ്റെ റൂഫിംഗ് ഷീറ്റ് എന്ന് പറയുമ്പോൾ വ്യത്യസ്തമാക്കുന്ന ഇതിൻ്റെ കളർ തന്നെയാണ്. അപ്പം ഏതൊക്കെ സൈസിലാണ്? എല്ലാം ഒറ്റ ലെങ്തിലായിരുന്നോ അതോ ഡിഫറെൻറ്റ്? 2 സൈസിൽ. ബാക്കിൽ അങ്ങേ സൈഡ് ലെങ്ത് കുറവാണ്. ഓക്കെ. ഈ സൈഡ് 22 അടി ഷീറ്റും 20 അടി ഷീറ്റും ആയിട്ടായിട്ട് 22. ടോട്ടൽ ഇത് എത്ര സ്ക്വയർ ഫീറ്റ് ഏരിയ വരുന്നുണ്ട്? 3260 സ്ക്വയർ ഫീറ്റ് വരുന്നു. 3260. എത്ര ദിവസം എടുത്തു വിനോദ് ഈ ഒരു വർക്ക് കംപ്ലീറ്റ് ആയിട്ട് കംപ്ലീറ്റ് ചെയ്യാൻ? 13 ദിവസത്തോളം എടുത്തു. 13 ദിവസത്തോളം എടുത്തു. 13 ദിവസം എന്ന് പറയുമ്പോൾ ഇതിന്റെ ഈ സൈഡിലെ കവർ ചെയ്തിരിക്കുന്ന ഗ്രിൽ വർക്കുകൾ ഉൾപ്പെടെ 13. ഈ ഗ്രിൽ വർക്കിന് ഉപയോഗിച്ചിരിക്കുന്ന ഏത് സ്ക്വയർ ട്യൂബ് ആണ്? 2.5 സ്ക്വയർ ട്യൂബ്. അതും 16 ഗേജ് ആണ് വരുന്നത്. അപ്പോൾ ഇതുപോലെ ഗ്രിൽ വർക്കുകൾക്ക് ഇപ്പം പണ്ടത്തെ കൂട്ട് തന്നെ അല്ലെങ്കിൽ 1 ഇഞ്ച് കനമുള്ള സ്ക്വയർ ട്യൂബുകൾക്ക് പകരമായിട്ട് ഇപ്പം കമ്പനികൾ 1/2 ഇഞ്ച് തിക്നെസ്സിലുള്ള സ്ക്വയർ ട്യൂബുകൾ ഇപ്പോൾ അവൈലബിൾ ആണ്. അത് 1 ഇഞ്ച് തൊട്ട് 3 ഇഞ്ച് വരെ വീതിയും അതിൻ്റെ കനമാണെങ്കിൽ 1/2 ഇഞ്ച്. അപ്പം നമുക്ക് കാഴ്ചയിൽ ലഭിക്കുന്ന ഫിനിഷിങ് അതേപോലെ തന്നെ ലഭിക്കുകയും ചെയ്യും. അതിൻ്റെ കനം കുറയുന്നതുകൊണ്ട് അതിൻ്റെ വെയിറ്റ് കുറഞ്ഞ് അതിനെ ഈ ഗ്രിൽ വർക്ക് എന്ന് പറയുന്ന ഒരു കാഴ്ചയിൽ അതിനെ ഭംഗി കൂട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പം ഇങ്ങനെയുള്ള 1/2 ഇഞ്ച്, അതായത് 1 ഇഞ്ച്, 1.5 ഇഞ്ച്, 2, 2.5, 3 ഇങ്ങനെ ഇത്രയും സൈസിൽ 1/2 ഇഞ്ചിൽ ഇപ്പോൾ മാർക്കറ്റിൽ ഈ സ്ക്വയർ ട്യൂബുകൾ GP ട്യൂബുകൾ അവൈലബിൾ ആയിട്ടുണ്ട്. അത് 16 ഗേജിലും 18 ഗേജിലും അവൈലബിൾ ആയിട്ടുണ്ട്. ഓക്കെ. അപ്പം 13 ദിവസത്തോളം ഇതിന്റെ പാത്തി വർക്കുകളും എല്ലാം കംപ്ലീറ്റ് ചെയ്തു. പാത്തിയൊക്കെ ഉപയോഗിച്ചിരിക്കുന്നത് ഏത് ബ്രാൻഡിന്റെ? അക്വസ്റ്റാർ UPVC പാത്തിയാണ് ഉപയോഗിച്ചത്. 6 ഇഞ്ച് പാത്തി. ഓക്കെ. ഇതിന്റെ എനിക്ക് തോന്നുന്നു ഇതിന് ഇടയ്ക്ക് വേറെ ട്രെയിൻ 2 എൻഡിൽ മാത്രമുള്ള ഡ്രോപ്പ് മാത്രമേ ഉള്ളൂ അതോ സെൻറ്ററിൽ വേറെ ഡ്രോപ്പ്? സെൻട്രൽ 3 ഡ്രോപ്പ് വെച്ച് ആവശ്യത്തിനുള്ള ഡ്രെയിനേജ് സംവിധാനം കൊടുത്തിട്ടുണ്ട്. ഓക്കെ. ഈ നോർമലി ഈ റൂഫിംഗ് വർക്ക് ചെയ്യുന്നതിൻ്റെ ഈ സ്ലോപ്പ് ചെയ്യുന്നതിന് അതിനൊരു എന്തെങ്കിലും ഒരു കാൽക്കുലേഷൻ ഉണ്ടോ? ഈ ഇത്ര ഡിഗ്രി സ്ലോപ്പ് വേണം അല്ലെങ്കിൽ കാരണം ചില വർക്കുകൾ സ്ലോപ്പ് ഇല്ലാതെ നമ്മൾ പലതും കണ്ടിട്ടുണ്ട്. അവിടെ കരിയിലൊക്കെ കിടന്ന് അങ്ങനെ ഒരു, അപ്പൊ ഇതിനൊരു കണക്കുണ്ടോ ഈ ഒരു സ്ലോപ്പ് വെച്ച്? ഞാൻ ചെയ്യുന്ന പറഞ്ഞ വീട്ടുകാരോട് പറഞ്ഞാൽ 3 മീറ്ററിന് 1 മീറ്റർ സ്ലോപ്പ് വെച്ച് കൊടുത്താൽ നല്ല ഒരു ചരിവിൽ കിട്ടിയ ഷീറ്റിനും ഗ്യാരണ്ടി കിട്ടും. 3 മീറ്ററിന് 1 മീറ്റർ സ്ലോപ്പ്. പക്ഷേ പലരും ഏരിയ കൂടുന്നു എന്നുള്ള ഒരു ഇതുകൊണ്ട് സ്ക്വയർ ഫീറ്റ് നമ്മൾ പറഞ്ഞിട്ട് പോരുമ്പോൾ വേറൊരു പാർട്ടി സ്ക്വയർ ഫീറ്റ് കുറച്ച് പറയുമ്പോൾ ഹൈറ്റ് കുറയ്ക്കുന്നു. സ്ലോപ്പ് കുറയുന്നതിനനുസരിച്ച് ഹൈറ്റ് സ്ക്വയർ ഫീറ്റ് വ്യത്യാസം കുറയും. സ്ലോപ്പ് കൂടുമ്പോൾ സ്ക്വയർ ഫീറ്റ് കൂടും. അങ്ങനെയാണ് ഇവിടെ 20 അടി ഷീറ്റാണ് മൊത്തത്തിൽ. ഇവിടെ ഉപയോഗിച്ചേക്കുന്ന സ്ലോപ്പിന്റെ എങ്ങനെ? അത് 2 മീറ്ററോളം സെന്റർ ആയിട്ട് കൊടുത്താൽ 2 മീറ്റർ സെന്റർ ആയിട്ട്. സാറും പറഞ്ഞു ഒത്തിരി 3 മീറ്ററിന് വരെ 2 മീറ്റർ 1 മീറ്റർ സ്ലോപ്പ് ആയിട്ടാണ്. എത്രയാണ് ഈ തമ്മിലുള്ള പള്ളിങ്ങിന്റെ ഗ്യാപ്പ് ആയിക്കോട്ടെ അല്ലെങ്കിൽ അതിന്റെ ഡ്രസ്സിന്റെ ഗ്യാപ്പ് ആയിക്കോട്ടെ, എത്ര ഫീറ്റ് വരെ നമുക്ക് ലെന്ത്? ഇപ്പം 80 സെന്റി കൊടുത്തിട്ടുള്ളൂ. പക്ഷേ 80 സെന്റി ഏതിനാ? പള്ളിങ്ങിന് 80 സെന്റ്. 1 മീറ്റർ കൂടാൻ പാടില്ല. 1 മീറ്റർ കൂടാൻ പാടില്ല. ഇത് 80 സെന്റ് കൊടുത്തിട്ടുള്ളൂ. ഡ്രസ്സുകൾ തമ്മിലോ 80-40 തമ്മിലോ 1.5 മീറ്റർ കൊടുത്തിട്ടുണ്ട്. 1.5 മീറ്റർ. മാക്സിമം ഇത് എത്ര ലെന്ത് വരെ നമുക്ക് കൊടുക്കാം? പണ്ടൊക്കെ എന്ന് വെച്ചാൽ 2 മീറ്റർ വരെ ഇട്ട് പോകുന്നു. അല്ല, ഇപ്പൊ GI ഷീറ്റ് 0.35 GI ഷീറ്റ് ഒക്കെ ഇടുകയാണെന്നുണ്ടെങ്കിൽ ഈ ഡ്രസ് മാക്സിമം 80-40 എത്ര 2 മീറ്റർ കൂടാതിരിക്കുന്നതാണ് മാക്സിമം നമുക്ക് 2 മീറ്റർ വരെ കൊടുക്കാം. പിന്നെ 1.5 മീറ്റർ ചെയ്യുന്നതാണ് ബെറ്റർ. അപ്പം ഇത്രയൊക്കെയാണ് നമ്മുടെ ഈ ഒരു റൂഫിനെ പറ്റി നമുക്ക് പറയാനുള്ളത്. വളരെ വ്യത്യസ്തമായ കളറിൽ വ്യത്യസ്തമായ രീതിയിൽ ഈ ഒരു അതിമനോഹരമായ ഈ ഒരു വർക്ക് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെയുള്ള വ്യത്യസ്തമായ റൂഫിംഗ് പ്രൊഡക്റ്റുകളും വ്യത്യസ്തമായ റൂഫിംഗ് രീതികളും പരിചയപ്പെടുത്തുന്ന റൂഫ് ടോക്സ് എന്ന് പറയുന്ന നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, ബെൽ ബട്ടൺ ഇനേബിൾ ചെയ്യുക. വീണ്ടും ഇതുപോലൊരു വ്യത്യസ്തമായ വീഡിയോയുമായി വീണ്ടും കാണുന്നവരെ സൈനിങ് ഔട്ട്. റിനോസ് കോട്ടയം.